ശ്രീമതി ഹബീറ, ഇപ്പോൾ ആ വേദന അത് നമ്മുടെ മുൻപിലുള്ള ഒന്നാണ്. അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ? എൻ്റെ മോളെ 8-ാം തീയതിയാണ് പട്ടി കടിക്കുന്നത്. അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കൈ ഫുള്ള് കഴുകി, കൈ നല്ലപോലെ കഴുകി ഇവിടെ നേരെ ഹെൽത്തിലോട്ടാണ് കൊണ്ടുപോയത്. കാരണം അവിടെ റാബിസ് വാക്സിൻ ഉള്ളത് കൊണ്ട് നേരെ ഞങ്ങൾ അതും ഒരു ഡിലേ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഹെൽത്തിൽ കൊണ്ടു ചെന്ന പാടെ ഞാൻ ടോക്കൺ എടുക്കാൻ പോയ നേരത്തിന് അവർ പറഞ്ഞു ഒന്നുകൂടെ കൈ കഴുകുക എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കൊണ്ടുപോയി കൈ നല്ലപോലെ കഴുകിച്ചു. കുറേ നേരം സോപ്പിട്ട് അവിടെ വെച്ച് തന്നെ കൈ കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു റാബിസ് വാക്സിൻ എടുക്ക്, എന്നിട്ട് നിങ്ങൾ നേരെ താലൂക്കിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ഒട്ടും താമസം നമ്മൾ വരുത്തിയില്ല. അവിടെ തന്നെ പെട്ടെന്ന് തന്നെ വാക്സിനും എടുത്ത് അവിടുന്ന് എമർജൻസി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു. അവിടെ ചെന്ന് കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ടാണ് പോകുന്നത്. കാരണം അവൾ അത്രത്തോളം പേടിച്ച് ഭയന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ കുഞ്ഞിന്. ഞാൻ എടുത്ത് കാഷ്വാലിറ്റിയിലാണ് നേരെ കൊണ്ട് കയറിയത്. കാരണം ഒരാളിനെ എമർജൻസി കൊണ്ട് കയറുമ്പം ടോക്കൺ എടുക്കണോ അന്ന് നമ്മളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ നേരെ കൊണ്ട് ചെന്നപ്പം അവിടെ ഇരുന്ന സെക്യൂരിറ്റി പറഞ്ഞു OP ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. OP ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അത് എടുത്തുകൊണ്ട് വരുന്നിടം വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ എടുത്ത് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കാഷ്വാലിറ്റി ഡോക്ടറിൻ്റെ റൂമിൽ കയറി കാണിച്ചു. അവർ ആ കൈ പിടിച്ചൊന്ന് നോക്കുമോ, എത്രത്തോളം മുറിവുണ്ടോ അതൊന്നും ചെക്ക് ചെയ്തില്ല. അവർ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞ് ആ മുറിവുണ്ട്, സ്റ്റിച്ച് ഇടണം, പിന്നെ അത് പീഡിയാട്രിക് സർജനെ കൊണ്ടേ പറ്റുള്ളൂ, ഒരു കാര്യം ചെയ്യും ഇവിടുത്തെ സർജനെ ഒന്ന് കൊണ്ട് കാണീര്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ കൈ കഴുകിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല പോലെ 2 പ്രാവശ്യം കൈ കഴുകിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഡോക്ടർ 1 മണിയാകുമ്പോഴത്തേക്ക് പോവും, നിങ്ങൾ കൊണ്ടുപോയി കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോയി. ശരി, എമർജൻസി എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് വന്ന് നോക്കാമായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോയി കാണിച്ചത്. അങ്ങനെ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെയും പേഷ്യൻസ് ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകും, ജസ്റ്റ് പീഡിയാട്രിക് സർജൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം മതി, അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അത് എഴുതി താഴെ വന്ന് ഇഞ്ചക്ഷൻ റൂമിൽ പോയി. ഇഞ്ചക്ഷൻ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ പേഷ്യൻസ് ഉണ്ട് നിറച്ചു. ആ പേഷ്യൻസ് എല്ലാം നിൽക്കുക തന്നെ കുഞ്ഞിനെ കൊണ്ട് കയറ്റിയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന സിസ്റ്റർ പറഞ്ഞു ഈ ഫയൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊണ്ട് തന്നെങ്കിൽ മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതും എല്ലാം ഫില്ല് ചെയ്ത് അവളുടെ വെയിറ്റ് നോക്കി അതും നമ്മൾ തന്നെ എഴുതി കൊടുത്തതിന് ശേഷമാണ് അവർ ടെസ്റ്റ് ഡോസ് എടുക്കുന്നത്. അപ്പോഴേക്കും 1:20 എൻ്റെ മോക്ക് ടെസ്റ്റ് ഡോസ് എടുക്കുമ്പോൾ തന്നെ 1:20. എൻ്റെ മോക്ക് പട്ടി കടിക്കുന്നത് തന്നെ ഒരു 12 മണി ആ ഒരു ടൈമിലാണ്. 1:20 ടെസ്റ്റ് ഡോസ് എടുക്കുന്നത് തന്നെ. അവിടെ നിന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡോസ് എടുത്ത് അപ്പോഴും അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ പിന്നെയും ഞാൻ പോയി കണ്ടിട്ട് പറഞ്ഞു ഡോക്ടറെ ഇതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് എമർജൻസി പോട്ടെ, അത് നാളെ പോയാലും മതി, അവളുടെ മുറിവിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം കഴിഞ്ഞ് വന്ന് ഇവിടെ തന്നെ സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പ്രൈവറ്റിൽ പോയാൽ മതിയോ? ശരി, നിങ്ങൾ പ്രൈവറ്റിലായാലും ഒരു ഒപ്പീനിയൻ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി 1 മണിക്കൂർ എടുത്ത് അപ്പോഴത്തേക്കും ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു ശരി നിങ്ങൾ ഇഞ്ചക്ഷൻ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു സ്റ്റാഫില്ല, ആകെ വേറൊരു നേഴ്സന്മാരില്ല, സ്റ്റാഫ് നിൽക്കും. അവിടെ പറഞ്ഞു ഇല്ല ഡ്രസ്സിങ് റൂമിലാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അവിടെയും പോയി കുറേ നേരം ഇരുന്നു. അപ്പോഴെല്ലാം എൻ്റെ കുഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയന്ന് വേദനയോടാണ് അവിടെ ഇരിക്കുന്നത്. 2 പ്രാവശ്യം ചെന്ന് ചോദിച്ചു ഡോക്ടർ എപ്പോൾ വരും? അതിപ്പോൾ വരും, അവിടെ ഇരിക്കും, ഇപ്പോൾ വരും. ഞാൻ ചെന്ന് ടെസ്റ്റ് ഡോസ് എടുത്ത് കാണിച്ചപ്പം ആ ഡോക്ടറിന് എൻ്റെ കൂടെ വന്ന് എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് അവിടെ വേറെ ഒന്നും സംഭവിക്കാനില്ല ആ ഹോസ്പിറ്റലിൽ. അവർക്ക് എൻ്റെ കൂടെ വന്ന് എൻ്റെ കുഞ്ഞിന് ആ ടൈമിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാവുന്നത്, പക്ഷേ അത് ചെയ്തില്ല. കൊണ്ടുപോയി കാണിച്ച് ആ ഡോക്ടറല്ല എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്തേക്കുന്നത്. അവിടെ വെയിറ്റ് ചെയ്തു. ആ ഒരു ലേഡി വന്നതിന് ശേഷം അവിടെ നിന്നൊരാൾക്ക് കാല് ഡ്രസ്സ് ചെയ്തതിന് ശേഷം പോകാൻ നേരം ഞാൻ ചോദിച്ചു ഡോക്ടർ എൻ്റെ കുഞ്ഞിന് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു കേസ് എന്തുവാ?
അത് പട്ടി കടിച്ച കേസാണ്. ശരി, അതങ്ങോട്ട് കയറ്റി. ആ മുറിവ് ഒന്ന് നോക്കുവോ, അത് എത്രത്തോളം ആഴമുള്ള മുറിവാണോ എന്നൊന്നും ആ ലേഡി നോക്കിയില്ല. അവിടെ കയറ്റി ഇരുത്തി. എൻ്റെ കുഞ്ഞിന് 19 കിലോ ഉണ്ട്. ആ 19 കിലോ കുഞ്ഞിന് വാക്സിൻ അവർ എഴുതിയിരിക്കുന്നത് 2.5 ml വാക്സിനാണ്. ആ വാക്സിൻ ആ സിറിഞ്ചിൽ ലോഡ് ചെയ്തിട്ട് അവർ മുറിവ് പിടിച്ചു നോക്കുന്നില്ലേ? ഞാനാണ് കൈ നീട്ടി വെച്ച് കൊടുക്കുന്നത്. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ആ മുറിവിനകത്തൂടെ ആ മരുന്ന് പുറത്തു പോയി. അതൊരു നല്ല മുറിവായതുകൊണ്ട് തന്നെ ആ മുറിവ് മരുന്ന് പുറത്തു പോയി. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ മുറിവ് കാണിച്ചു കൊടുത്തു. ഡോക്ടർ ബാക്കിൽ ഒരു മുറിവുണ്ടെന്ന് കാണിച്ചപ്പോഴാണ് അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ബാക്കിയുള്ള മുറിവിനകത്തെല്ലാം മരുന്ന് ഒഴിച്ചു കളയുക ചെയ്ത്, അതിലൊന്നും ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ എടുത്ത് ചോദിച്ചു, ഡോക്ടറെ മരുന്ന് പുറത്ത് പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയാം, അവളുടെ വെയിറ്റിനനുസരിച്ചുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ബാക്കി മരുന്നും മുറിവിൻ്റെ പുറത്ത് ഒഴിച്ചു കളഞ്ഞേക്കുകയാണെന്ന്. പിന്നെ എങ്ങനെ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുന്നത്? പിറ്റേന്ന് അന്ന് ആ അത്രയും വേദനയിൽ തിരിച്ച് വരാൻ നേരത്ത് വീണ്ടും കയറി ഡോക്ടറെ കണ്ടിട്ട് ഡ്രസ്സ് ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങൾ കൈ കഴുകിയില്ലേ, ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള അനുവാദം ഒരു ഇതില്ല, അത് പീഡിയാട്രിക് സർജനാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് അവർക്കൊന്ന് ക്ലീൻ ചെയ്യാമായിരുന്നല്ലോ. ആ മുറിവ് ക്ലീൻ ചെയ്തത് പോലുമില്ല. വേണ്ട ഒരു പെയിൻ കില്ലർ പോലും എൻ്റെ കുഞ്ഞിന് അവർ അന്ന് കൊടുത്തില്ല. ഒരു ആൻറ്റിബയോട്ടിക് അല്ലാതെ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കൈ ഞാൻ കെട്ടി അനക്കാതെ വെച്ച് അന്ന് രാത്രി മൊത്തം കഴിച്ചു കൂട്ടിയത് എൻ്റെ കുഞ്ഞ്. നമ്മുടെ നാട്ടിലെങ്ങും ഒരു പീഡിയാട്രിക് സർജൻ ഇല്ല. ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ കെട്ടിയിട്ടിട്ട് അവിടെ ഒരു പീഡിയാട്രിക് സർജൻ ഇല്ല എന്ന് പറഞ്ഞാൽ